ജോസഫ്, നായാട്ട്, ഇലവീഴ പൂഞ്ചിറ എന്നീ 3 ഹിറ്റ് സിനിമകളുടെ രചയിതാവായ ഷാഹി കബീർ രചന നിർവഹിച്ച് ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ മലയാളം ത്രില്ലർ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമ തുടങ്ങുന്നത് തന്നെ ബംഗളൂരുവിൽ ഒരു മരണം സംഭവിക്കുകയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ത്രില്ലർ സിനിമ ആയതിനാൽ ആസ്വാദനത്തെ ബാധിക്കും എന്നതിനാൽ മറ്റു പല കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങൾ. ഇത് 4 കിഡിലുമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. പാട്ടുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലായിരുന്നു. സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് സിനിമയെ ഓരോ സീനുകളെ എലവേറ്റ് ചെയ്യാനായിട്ട് ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് സീനിൽ ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, കിഡിലുമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ എഡിറ്റിങ് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ എഡിറ്റിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, സിനിമ മൊത്തത്തിൽ ക്യാമറ വർക്ക് കിടിലമായിരുന്നു. ഈ 3 ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കിടിലമായിട്ട് തോന്നിയേക്കുന്നത് ആക്ഷൻ രംഗങ്ങളായിരുന്നു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ കിടില ആക്ഷൻ ആയിരുന്നു. ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് ശരിക്കും തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ചില ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്, അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഭയങ്കര സംഭവമായിട്ടുള്ള ആക്ഷൻ എന്നല്ല പറയുന്നത്. പക്ഷെ ചെയ്തേക്കുന്നത് വളരെ വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾ ഒരു രക്ഷയില്ല. മാർട്ടിൻ പ്രക്കാട്ട്, രഞ്ജിത്ത് നായർ, സിബി ചവറ എന്നിവർ ചേർന്നാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സിനിമയുടെ പെർഫോമൻസുകളാണ്. എസ്പെഷ്യലി കുഞ്ചാക്കോ ബോബൻ കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമോഷണൽ സീനുകളിലും ആക്ഷൻ രംഗങ്ങളിലും ഒരു രക്ഷയില്ല, കിടിലം പെർഫോമൻസ് ആയിരുന്നു. എന്നാത്താൻ കേസ് കോഡ് എന്ന സിനിമയ്ക്ക് ശേഷം പുള്ളിയുടെ ഒരു കിടിലം റോള് തന്നെയാണ് കുഞ്ചാക്കോവൻ അവതരിപ്പിച്ച കഥാപാത്രം. അത്രയും കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞാൽ എനിക്ക് സിനിമയിലെ ഏറ്റവും കിടിലമായിട്ട് തോന്നിയിരിക്കുന്നത് വിശാഖ് നായറിന്റെ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങളായ കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവരെ കൂടാതെ ജഗദീഷ്, റംസാൻ, വിശാഖ് നായർ, ഉണ്ണി ലാലു, മനോജ് KU, ശ്രീകാന്ത് മുരളി, മീനാക്ഷി എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരെ കൂടാതെ ധാരാളം പുതുമുഖ നടീനടന്മാരും സിനിമയിൽ എത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ചുകൂടെ സ്ലോ ആവുന്നുണ്ട്. ഒരുപക്ഷെ കഥ പറയാനായിട്ടുള്ള ഒരു രീതി, അന്വേഷണം സ്റ്റൈലൊക്കെ കൊണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്നതിന് ഒരു 10-40 മിനിറ്റ് കിടിലമായിട്ട് തന്നെ ആ ഒരു ട്രാക്കിലേക്ക് വീണ്ടും സിനിമയെ കൊണ്ടുവരാനായിട്ട് ജിത്തു അഷ്റഫിന് സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു കിടിലം ത്രില്ലർ സിനിമയായിരുന്നു. ഒരു ഭയങ്കര സസ്പെൻസ് ത്രില്ലർ സിനിമ എന്ന മൂഡിലല്ല ഈ സിനിമ എടുത്തേക്കുന്നത്. ഇതൊരു ഇമോഷണൽ ത്രില്ലർ ട്രാക്കിൽ പോകുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടും അല്ലെങ്കിൽ അവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. അത്രയും ആ ഒരു കണക്ഷൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മനോജ് KU എന്ന് പറയുന്ന നടൻ ചെയ്തു വെച്ച് പുള്ളി ഈ സിനിമയിൽ ചെയ്തേക്കുന്ന പുള്ളി ചെയ്തേക്കുന്ന ഒരു റോളുണ്ട്. ആ ഒരു സീനിൽ പുള്ളിയുടെ ആ ഒരു ഇമോഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ അല്ല, കുഞ്ചാക്കോ ബോബന്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു അഞ്ചാം പാതിര എന്നൊരു സിനിമയായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയെ മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ ആ ഒരു ട്രാക്കിൽ പോകുന്ന ഒരു സിനിമയല്ല, അതൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് അത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഇമോഷണലി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ത്രില്ലർ സിനിമ എന്ന് വേണേൽ നമുക്ക് ഈ സിനിമയെ പറയാം. എനിക്കൊരു കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. എല്ലാ സിനിമയും ഒരേ കണ്ണുകളോടുകൂടി കാണാതിരുന്നാൽ മിക്ക സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടും എന്നൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ സിനിമ വളരെ മികച്ചൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും സിനിമ കണ്ട ആളുകൾക്ക്, കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിൽ പോലും സിനിമ വളരെ മികച്ചു നിൽക്കുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.